തുടർ ഭരണം ഇനിയും പിണറായി തന്നെയായിരിക്കും. പിണറായി മാറിക്കൊണ്ട് ഒരു നേതാവായിട്ട് ആരെ അവതരിപ്പിച്ചാലും അത് ഫെയിലിയർ ആയിരിക്കുമെന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പരസ്പരം വെട്ടിമരിക്കാനായിട്ട്, സ്ഥാനത്തിന് വേണ്ടി വെട്ടിമരിക്കാനായിട്ട് വരുന്ന പല ആളുകൾ കാണും. പക്ഷെ പിണറായിയുടെ സീറ്റിലേക്ക് വരാൻ ആരുമില്ല. ആ പിണറായിയെ ഒഴിവാക്കിക്കൊണ്ട് നേതൃസ്ഥാനത്തേക്ക്, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരാളെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ട് പോകാനാണ് ഭാവിക്കുന്നതെങ്കിൽ അത് പാർട്ടിയുടെ സർവനാശത്തിലേക്ക് ചെന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ പിണറായി വിജയൻ ശക്തനായ ഒരു ഭരണാധികാരി, ശക്തനായ ഒരു ലീഡർ എന്ന് ഇത് കാണിച്ചില്ലേ? ഈ ചർച്ചയിൽ നിന്നും പിണറായി ആരും തൊട്ടില്ലല്ലോ, അദ്ദേഹത്തിനെതിരായ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. പുറത്ത് പലരും അവിടെ ഇവിടെ നിന്ന് പലതും പറയുമായിരിക്കും, പക്ഷെ പുറത്തുള്ളവരും പറഞ്ഞില്ല. അകത്തുള്ള പാർട്ടി മെമ്പർമാർ കൂടിയവരെല്ലാരും ഒരേ സ്വരത്തിൽ പിണറായിയെ മാത്രം വാഴ്ത്തുകയും പോഴ്ത്തുകയും ചെയ്തു എങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃപാഠമാണ്. പിണറായി വിജയൻ ഏറ്റവും നേതൃപാഠമുള്ള നേതാവും അതോടൊപ്പം തന്നെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുള്ള നേതാവ്. അതുകൊണ്ട് തന്നെ അനുയായികളെല്ലാം ശരിക്കും പറയാനും പറഞ്ഞിരുത്താനും ഒരവശബ്ദം പോലും ഇല്ലാതെ ആ കോൺഫറൻസ് വിളിക്കാനും സാധിച്ചു എങ്കിൽ അത് പിണറായിയുടെ മികവാണ്, അദ്ദേഹത്തിന്റെ നേതൃഗുണമാണ്. അപ്പൊ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നല്ലതാണ്. അല്ലാതെ എല്ലാവരും കൂടെ കേന്ദ്രീകരിച്ചിട്ട് പാർട്ടി പോയാൽ അത് പല വഴിക്ക് പോകും. ഒരു വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിൽ പിണറായിയുടെ കൂടെ തന്നെ നയിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം, അവർക്ക് സാധിക്കണം. എന്നാലേ പാർട്ടി വളരെ ഉയരും. ഇനിയൊരു തുടർ ഭരണം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇനിയൊരു തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ള ആ ഉറച്ച വിശ്വാസവും പ്രതിജ്ഞയോടും കൂടിയാണ് ഇന്ന് ആ യോഗം കൊല്ലത്ത് വിരിയുമ്പോൾ അവരുടെ പ്രതീക്ഷ കൂടുതൽ ഉയരുകയാണ് ചെയ്തത്. മറ്റൊന്നും കൊണ്ടല്ല, ഇടതുപക്ഷത്തിന്റെ ശക്തമായ പ്രകടനം കൊണ്ടോ അല്ല. ഇന്ന് UDF എവിടെ കിടക്കുന്നു? അവർ തമ്മിൽ തന്നെ ഛിന്ന ഭിന്നമായി കിടക്കുന്നു. അപ്പൊ ഈ രാജ്യത്ത് എന്തുകൊണ്ടും ഉറച്ചൊന്നിച്ചു നിൽക്കുന്ന ഇടതുപക്ഷ വോട്ട് ഒച്ചു കാണും. വലതുപക്ഷ വോട്ടുകളെല്ലാം തന്നെ ഛിന്ന ഭിന്നമാകുന്നു. അതുകൂടാതെ തന്നെ NDA ഇവിടെ വളരുന്നു. NDAയുടെ വളർച്ച UDFന്റെ തളർച്ചയാണ്. അതുകൊണ്ട് ഈ LDFന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ NDA ആണ്.